പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഐതിഹ്യങ്ങളാലും ചരിത്രങ്ങളാലും നിറഞ്ഞു നിൽക്കുന്ന വയനാട്ടിലെ വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ് പുൽപ്പള്ളി സീതാദേവി ലവകുശ ക്ഷേത്രം. സീതാദേവിയുടെ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം കൂടിയാണിത്. കാണാം ദൈവമേ കൈതൊഴാം. ബ്രിട്ടീഷുകാരോട് പടപൊരുതി വീരമൃത്യു വരിച്ച പഴശ്ശിരാജാവിൻ്റെ സൈനിക താവളമായിരുന്നു ഒരു കാലത്ത് ഈ ക്ഷേത്രം. ഇങ്ങനെ നൂറ്റാണ്ടുകൾ നീണ്ട ചരിത്രവും പുരാണങ്ങളും നിറഞ്ഞതാണ് ശ്രീ പുൽപ്പള്ളി സീതാദേവി ലവകുശ ക്ഷേത്രം. ശ്രീരാമന്റെ നിർദ്ദേശപ്രകാരം ലക്ഷ്മണൻ ഗർഭിണിയായ സീതയെ വാത്മീകി ആശ്രമത്തിന് സമീപം ഉപേക്ഷിച്ചു. സീതയ്ക്ക് താമസിക്കാനായി വാത്മീകി പുല്ലുകൊണ്ടുമേഞ്ഞ ഒരു കുടിൽ നിർമ്മിച്ചു. ഇതിൽ നിന്നാണ് പ്രദേശത്തിന് പുൽപ്പള്ളി എന്ന പേരു ലഭിച്ചത്. സീതയും മക്കളായ ലവനും കുശനും ഈ പ്രദേശത്ത് ജീവിച്ചു എന്നാണ് ഐതിഹ്യം. ഈ ക്ഷേത്രത്തിൻ്റെ കീഴിലായി 4ഓളം ഉപദേവതാ ക്ഷേത്രങ്ങളുണ്ട്. കരിങ്കാളി ക്ഷേത്രമുണ്ട്, വാൽമീകി ആശ്രമമുണ്ട്, ജടയറ്റ കാവുണ്ട്. ഹനുമൽ സ്വാമിക്കായിട്ടുള്ള സങ്കല്പവും സങ്കേതവും അവിടെ നമുക്ക് കാണാൻ സാധിക്കും. സീതയെ തേടിയെത്തിയ രാമന്റെ മുന്നിൽ വെച്ച് സീത ഭൂമി പിളർന്നുപോയെന്നും തടയാൻ ശ്രമിച്ച രാമന്റെ കയ്യിൽ സീതയുടെ മുടി മാത്രം അവശേഷിച്ചു എന്നുമാണ് ഐതിഹ്യം. ഈ സംഭവം നടന്നു എന്ന് വിശ്വസിക്കുന്ന സ്ഥലമായ ചേടാറ്റിൻ കാവാണ് സീതാദേവി ക്ഷേത്രത്തിന്റെ മൂലക്ഷേത്രമായി കരുതപ്പെടുന്നത്. പുൽപ്പള്ളി ടൗണിനോട് ചേർന്നാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത്. കേരള ക്ഷേത്ര നിർമ്മിതി ശൈലിയിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം. പഴമക്കാർ നിർമ്മിച്ച ക്ഷേത്രം പിന്നീട് 18-ാം നൂറ്റാണ്ടിൽ പഴശ്ശിരാജാവാണ് ഇപ്പോൾ കാണുന്ന വിധത്തിൽ പുനർനിർമ്മിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. യുദ്ധകാലത്ത് പഴശ്ശിരാജാവിന്റെ സൈനിക താവളം കൂടിയായിരുന്നു ഈ ക്ഷേത്രം. പുൽപ്പള്ളിയിലെത്തിയ ടിപ്പു സുൽത്താൻ സീതാദേവി ക്ഷേത്രം പൊളിച്ചു മാറ്റാൻ ശ്രമിച്ചുവെന്നും എന്നാൽ പൊളിച്ചു മാറ്റാൻ സാധിക്കാതെ പിന്മാറുകയായിരുന്നുവെന്നും കഥകളുണ്ട്. ജനുവരി മാസം ആദ്യവാരമാണ് ക്ഷേത്രത്തിലെ ഉത്സവം. ജാതി മതഭേദമന്യേ ആയിരക്കണക്കിന് ആളുകൾ ഉത്സവത്തിൽ പങ്കെടുക്കും. പുൽപ്പള്ളി പ്രദേശത്തിന്റെ ജനകീയ ഉത്സവമായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ധനു മാസം 18 മുതൽ 22 വരെയാണ് പുൽപ്പള്ളി അമ്പലത്തിലെ ഉത്സവം. എല്ലാവരും, അതായത് ജാതി മത എല്ലാ ഭേദമന്യേന എല്ലാവരും വന്ന് പങ്കെടുത്ത് ആഘോഷമാക്കുന്നൊരു ഉത്സവമാണ് ഈ നമ്മുടെ പുൽപ്പള്ളി അമ്മയുടെ ഉത്സവം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഒരു പ്രാദേശിക താലം വരവ്. എല്ലാ പ്രദേശത്തിലുള്ള അമ്മമാരായാലും സ്ത്രീകളും കുട്ടികളും എല്ലാവരും വന്ന് താലം എടുത്തിട്ട് നമ്മൾ എല്ലാ പ്രദേശത്തു നിന്നും താലം പല പ്രദേശങ്ങളിൽ നിന്നായിട്ടൊന്ന് താലം വന്ന് ചേർന്ന് ഇവിടെ ജടേറ്റങ്കാവിൽ വന്ന് എത്തിച്ചേർന്നിട്ട് പുൽപ്പള്ളി അമ്പലത്തിലേക്ക് ചെന്ന് അവിടെ സമാപിക്കുന്ന രീതിയാണ്. കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി ആളുകളാണ് ദർശനത്തിനും മറ്റുമായി ക്ഷേത്രത്തിലെത്തുന്നത്. ഐതിഹ്യങ്ങൾക്കും ചരിത്രത്തിനുമപ്പുറം ഒരു നാടിന്റെ പൈതൃകം പേറുന്ന ദേവാലയമാണ് പുൽപ്പള്ളി സീതാദേവി ലവകുശ ക്ഷേത്രം. ന്യൂസ് മലയാളം, വയനാട്.